ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങൾ നമ്മുടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് ഓഗസ്റ്റ് 16 ഫ്രൈഡേ ആണ് കേട്ടോ. പ്രിയപ്പെട്ട എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ SJ ഫാമിലി ഹാപ്പി കുക്കിംഗ് ആൻഡ് ഫൺ വിത്ത് us. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടാലോ. ഞാനിന്ന് വന്നിട്ടുള്ളത് നന്നായിട്ട് പഴുത്ത തൊലിക്കറുത്ത നേന്ത്രപ്പഴം കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. വെറും 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഈവനിങ് സ്നാക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിന്നിവിടെ ഉണ്ടാക്കാനേ പോകുന്നത് നേന്ത്രപ്പഴം കൊണ്ട് മധുര ബോണ്ട കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കാനേ പോകുന്നത്. ബനാന സ്വീറ്റ് ബോണ്ട കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കാനേ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ സ്വീറ്റ് ബോണ്ട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇതേപോലെ നന്നായിട്ട് തൊലി കറുത്ത നല്ലപോലെ പഴുത്ത നേന്ത്രപ്പഴം ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഇതേപോലെ നന്നായിട്ട് തൊലി കറുത്ത പഴുത്ത നേന്ത്രപ്പഴം കഴിക്കാൻ കൂട്ടാക്കാറില്ല, വലിച്ചെറിയാറാണ് പതിവ്. ഇനി നമുക്ക് ആ പഴം വലിച്ചെറിയേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് ആ നേന്ത്രപ്പഴം കൊണ്ട് വളരെ പെട്ടെന്നൊരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിത് അതിനായിട്ട് ഇതേപോലെ നന്നായിട്ട് തൊലി കറുത്ത നല്ലപോലെ പഴുത്ത നേന്ത്രപ്പഴം ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഈ നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് കനം കുറഞ്ഞ നൈസായിട്ട് വട്ടത്തിൽ മുറിച്ചിട്ട് നമുക്ക് ഈ നേന്ത്രപ്പഴം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതവിടെ ആ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കനം കുറഞ്ഞ് വട്ടത്തിൽ മുറിച്ചിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് 5 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു നേന്ത്രപ്പഴത്തിന് 5 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 നേന്ത്രപ്പഴമാണ് എടുക്കുന്നതെങ്കിൽ 5 രൂപയുടെ 2 പാക്കറ്റ് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു നേന്ത്രപ്പഴത്തിലേക്ക് 5 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മധുരം ചേർത്ത് കൊടുക്കാം, പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ എന്തിനാ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പഴത്തിൻ്റെ മിക്സിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്നാക്കിന് മധുരം കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ആ പഴവും ബൂസ്റ്റും പഞ്ചസാര എല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല, ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മുടെ നേന്ത്രപ്പഴം നല്ലപോലെ പഴുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് പേസ്റ്റ് രൂപത്തിൽ അരിഞ്ഞ് കിട്ടിക്കോളും. അങ്ങനെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നേന്ത്രപ്പഴവും ബൂസ്റ്റും പഞ്ചസാരയും കൂടെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ആ മിക്സി ജാറിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദപ്പൊടിയുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതേപോലെ കപ്പളവ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ചായക്ക് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് എടുത്താലും മതി കേട്ടോ. ആ ഗ്ലാസ്സിലെ പൊടികളെല്ലാം എടുത്താലും മതിയാവും. ഇതേപോലെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പ് മുഴുവനായിട്ടും ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പ് മുഴുവനായിട്ട് മൈദപ്പൊടിയും എടുക്കാവുന്നതാണ്. പക്ഷേ ഗോതമ്പ് പൊടി മാത്രമാവുമ്പോൾ നമ്മുടെ ഈ ബോണ്ടയ്ക്ക് സോഫ്റ്റ്നെസ് അത്ര കിട്ടില്ല. മൈദയാകുമ്പോൾ നല്ലപോലെ സോഫ്റ്റ്നെസ് കിട്ടും കേട്ടോ. പക്ഷേ മൈദ അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ടാണോ ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അത് ഒന്ന് കുഴച്ചെടുത്ത ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി ചെയ്ത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ആ പഴത്തിൻ്റെ മിക്സിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. കുഴച്ചെടുക്കുന്ന സമയത്ത് മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒന്ന് കയ്യിലേക്ക് തേച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അങ്ങനെ കുഴച്ചെടുത്ത ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഈ അരിപ്പൊടി എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബോണ്ടയ്ക്ക് പുറത്ത് നല്ല ക്രിസ്പിനെസ് കിട്ടാനാണ് കേട്ടോ നമ്മളിവിടെ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ബോണ്ടയ്ക്ക് പുറത്ത് നല്ല ക്രിസ്പിനെസ്സും ഉള്ളിൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ഈ ബോണ്ട. അങ്ങനെ നമ്മളിതാ ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊണ്ടാണ് നമുക്ക് ഇത്രയും സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. ഗോതമ്പ് പൊടി മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ഇത്രയും സോഫ്റ്റ്നെസ് കിട്ടില്ല. അതുകൊണ്ട് കണ്ടാണ് നമ്മളിവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദപ്പൊടിയും എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ ചൂടാക്കാനായിട്ട് വെക്കാം. ഞാനിതവിടെ
ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ചൂടായി വന്നതും അതിലേക്ക് നമ്മളിത് കുഴച്ച് വെച്ചിട്ടുള്ള മാവിൽ നിന്നും കുറച്ച് മാവ് എടുത്തിട്ട് ബോൾസ് പോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ചൂടായ എണ്ണയിലേക്കിട്ട് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതാ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിൽ നിന്നും കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഉരുട്ടി ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനത് ഈ വലിപ്പത്തിലാണ് കേട്ടോ ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു സൈഡ് മുരിഞ്ഞു വന്ന് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ നമുക്കിത് എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ ഗ്യാസിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആദ്യം സൺഫ്ലവർ ഓയിലും ചൂടാക്കി എടുക്കുക. അതിനുശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമ്മൾ ഈ മാവ് ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ട് ഇതേപോലെ സൺഫ്ലവർ ഓയിലേക്ക് ഇട്ടിട്ട് 2 സൈഡിൽ നിന്നും മുരിച്ചെടുത്താൽ നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള ബോണ്ട ഇവിടെ റെഡി ആയി കിട്ടും കേട്ടോ. ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരിക്കലും കൂട്ടി വയ്ക്കരുത്. കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോണ്ട പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം ഗ്യാസിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് സൺഫ്ലവർ ഓയിലും ചൂടാക്കി എടുക്കുക. അതിനുശേഷം സിമ്മിലേക്ക് മാറ്റി കൊടുത്തിട്ട് വേണം കേട്ടോ നമുക്ക് ആ മാവിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ബോൾസാക്കി ഉരുട്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മധുര ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി നന്നായിട്ട് തൊലി കറുത്ത പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ വലിച്ചെറിയേണ്ട ആവശ്യമില്ല, കളയേണ്ട ആവശ്യമില്ല. നമുക്കിതേപോലെ ഒരു വെറൈറ്റി ആയിട്ട് സ്നാക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കട്ടൻ ചായയുടെ കൂടെ അല്ലെങ്കിൽ പാൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇത്. അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായാലും അതേപോലെ വൈകുന്നേരം വിശന്ന് വരുന്ന മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ ഇത്. നേന്ത്രപ്പഴം കഴിക്കാൻ മടിയുള്ള മക്കൾക്കൊക്കെ ഇതേപോലെ വെറൈറ്റി ആയിട്ട് സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. തീർച്ചയായിട്ടും അവർ കഴിക്കുകയും ചെയ്യും. ഒരു കൗതുകം തോന്നും അവർക്ക്, ആ കൗതുകം കൊണ്ട് അവർ കഴിക്കുകയും ചെയ്യും കേട്ടോ. അതേപോലെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വന്നാലൊക്കെ അവർക്കൊക്കെ ഇതേപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അവർ ഹാപ്പി ആവും. അങ്ങനെ നമ്മുടെ നന്നായിട്ട് തൊലി കറുത്ത പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് നമ്മളിവിടെ ഒരു സ്നാക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ബനാന സ്വീറ്റ് ബോണ്ടയായിട്ടോ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ എല്ലാവർക്കും നമ്മുടെ ഈ ബനാന സ്വീറ്റ് ബോണ്ട ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ബെല്ലൈക്കൺ കാണും. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കാരണം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ കാണും കേട്ടോ. ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാൻ ഓരോ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എല്ലാവരും മറക്കാതെ വീഡിയോ കാണാം കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോ കൂടെ ഞങ്ങൾ നാളെ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ ഞങ്ങൾ നാളെ വീണ്ടും വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റ. Thanks for watching. Subscribe our channel and support us.